ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ലഡുവാണ്. വളരെ പെട്ടെന്ന് ഒരു 2 മിനിറ്റിലൊക്കെ തന്നെ നമുക്ക് ഈ ലഡു ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അമൃതം പൊടി വെച്ചിട്ടാണ് ഞാൻ ഈ ലഡു ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ലഡു ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ അമൃതം പൊടി ഒന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ചൂടായ പാനിലേക്ക് ഞാൻ 1 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ബൗള് അമൃതം പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടിത് 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അമൃതം പൊടി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ അംഗനവാടികളിൽ നിന്നും 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കിട്ടുന്ന ന്യൂട്രിമിക്സ് ആണ്. വളരെ ഹെൽത്തി ആണിത്. ഇത് വെച്ച് നമ്മൾ കുട്ടികൾക്ക് സാധാരണ കുറുക്കാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെ കുറെ നാള് കുട്ടികൾ കുറുക്ക് കഴിച്ചിട്ട് പിന്നെ ഇത് കഴിക്കാതെ വരും. അപ്പൊ നമുക്ക് ഇതേപോലെയുള്ള പലഹാരങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അമൃതം പൊടി വെച്ച് നമുക്ക് ഒരുപാട് തരത്തിലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. ലഡു ഒക്കെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നതല്ലേ. അപ്പൊ നമ്മൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ മതി കുട്ടികൾക്ക്. അപ്പൊ ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മണം വരുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിനു മുമ്പ് അമൃതം പൊടി കൊണ്ടുള്ള ഒരു കേക്കിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പൊ നമ്മുടെ പൊടിയുടെ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഞാൻ അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 സ്പൂണ് എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ എള്ള് ചേർത്ത് കൊടുക്കുമ്പോഴേ നമ്മൾ ലഡു ഉണ്ടാക്കി കഴിയുമ്പോൾ അതിന്റെ മുകളിൽ ഇങ്ങനെ കറുത്തിരിക്കുന്നത് കാണാൻ നല്ലൊരു ഭംഗിയാണ്. 1 സ്പൂണ് പഞ്ചസാരയും 2 ഏലക്കയും കൂടി ചേർത്ത് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ലഡുവിന് വേണ്ട മധുരമാണ്. അമൃതം പൊടിക്കകത്ത് തന്നെ അത്യാവശ്യത്തിന് മധുരമുണ്ട്. പിന്നെ കുറച്ചുകൂടി മധുരത്തിനായിട്ട് ഞാൻ 1.5 സ്പൂണ് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ചെറിയ ചൂടോടുകൂടിയാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത്. അപ്പൊ നമ്മളിത് കുഴച്ചെടുക്കാന് ഇതിനകത്ത് വെള്ളം ഒന്നും ചേർക്കരുത്. തേങ്ങയും അതുപോലെ നമ്മുടെ ശർക്കരയും കൂടി ചേർത്ത് ആ ഒരു നനവിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. നന്നായിട്ട് തന്നെ പൊടിയെങ്ങും പച്ചക്ക് ഇരിക്കാതെ നന്നായിട്ട് തന്നെ എല്ലാം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. കണ്ട് ഈ ഒരു രീതിയിൽ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്തിനകത്ത് നട്ട്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതേ രീതിയിലിരിക്കണം. നമ്മളിത് ബോൾസ് ആക്കാൻ ഉള്ളതാണ്. അപ്പം ആ ഒരു പരുവത്തിന് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. ഇനി ഞാനൊന്ന് കൈ ഒന്ന് കഴുകിയിട്ട് വന്നിട്ട് നമുക്കിത് ബോൾസ് ആക്കി എടുക്കാം. ഞാൻ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടി എടുത്തിട്ടുണ്ട്. കയ്യിൽ ഒരല്പം എണ്ണയൊന്ന് തടവിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബോൾസ് ആക്കി എടുക്കാം. നമ്മൾ സാധാരണ ലഡുവിന്റെ ഒക്കെ വലുപ്പത്തില് അതുപോലെ കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി. അപ്പൊ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ലഡുവാണിത്. അപ്പൊ നമ്മുടെ വീട്ടിൽ മിക്കവാറുള്ള വീടുകളിലൊക്കെ കാണും ഈ അമൃതം പൊടി. അപ്പോൾ അമൃതം പൊടി വെറുതെ കളയാതെ ഇതുപോലൊക്കെ ഒന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കണ്ട ഞാൻ ഇതേപോലെ ഒന്ന് ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഡെസിക്കേറ്റഡ് കോക്കനട്ടിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഓപ്ഷണലാണ്. ഞാനൊരു ഭംഗിക്ക് വേണ്ടി എടുത്തതാണ്. നമ്മൾ ലഡു ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം എടുത്തതാണ്. ഇനി നമുക്ക് ഇതേപോലെ എല്ലാ ലഡു ഒന്നും ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ ലഡു എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതേപോലെ ഇത് ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ഇനേബിൾ ചെയ്തു വെക്കുക. അപ്പൊ ഞാനിടുന്ന വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ. താങ്ക് യു.